ഞങ്ങൾ പൂക്കളത്തിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കയറി ഫുഡ് കഴിക്കുമ്പോഴേക്കും ഇപ്പം ഏറെക്കുറെ 10-10:30 ആവും കേട്ടോ. പിന്നെ ഇന്നലത്തെ കറി കുറച്ചുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ആ കൂട്ടത്തിൽ പുട്ടും ഉണ്ടാക്കി, പുട്ടും കൂടെ കഴിച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കടയിൽ പോയി പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്നു, പാൽ ചായയൊക്കെ ഇട്ട് കുടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പിന്നെ അടുത്ത പണിയിലേക്ക് കിടക്കണേ. ഇന്ന് മൊത്തം പണിയോട് പണിയായിരുന്നു. ഇപ്പോൾ രാവിലെ തുണി കുറച്ച് അലക്കാനുണ്ടായിരുന്നു. ഇന്നലെ മിനിങ്ങാന്ന് നല്ല മഴ കാരണം 2 ദിവസം തുണി അലക്കിയില്ല. അതുകൊണ്ട് കുറച്ചധികം തുണികളുണ്ടായിരുന്നു. അതെല്ലാം കൊണ്ടുപോയി അലക്കി അഴയിൽ വിരിച്ചു. അപ്പം രാവിലെ തന്നെ അലക്ക് കഴിഞ്ഞു. ഇന്ന് പാവാടയൊക്കെ ഇട്ട് അലക്കിയതുകൊണ്ട് ഞാൻ അപ്പടി നനഞ്ഞു. സാധാരണ ഞാനിങ്ങനെ നനയാറില്ല കേട്ടോ. ഇങ്ങനെ ഇന്നെന്തോ നനഞ്ഞു. ഏറി വന്നപ്പോൾ ഏട്ടയെ നല്ല ഉറക്കമാണ് കേട്ടോ. ഏട്ടയ്ക്ക് കൈക്ക് ഭയങ്കര വേദന കാരണം ഏട്ടയെ ഉറങ്ങിപ്പോയി. പിന്നെ 1:30 ആയിട്ടോ കാർ വാഷിൽ പോയപ്പം. അപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റ് ഏട്ടയുടെ ഷർട്ടിൻ്റെ കൈയൊന്നും മടക്കാൻ പറ്റില്ല കേട്ടോ. കൈ മടക്കാനും ബട്ടൺസ് ഇടാനും ഒന്നും പറ്റില്ല കേട്ടോ. അതുപോലെ വേദനയാണ്. കൈ അതുപോലെ കെട്ടി വെച്ചേക്കുക. അത് കഴിഞ്ഞപ്പോൾ ഏട്ട ഇന്നലത്തെ കറി ബാക്കി ഉണ്ടായിരുന്നതിലേക്ക് ചോറിട്ട് അടുക്കളയിൽ തന്നെ നിന്ന് കഴിക്കും കേട്ടോ. ഏട്ടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും നോൺ വെജ് കറികളൊക്കെ വെച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ ചട്ടിയിലിട്ട് കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഭയങ്കര ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. അത് ആ ചട്ടിക്കകത്ത് തന്നെ ഇട്ട് അടുക്കളയിൽ തന്നെ നിന്ന് കഴിച്ചിട്ട് ആശാൻ പോയിട്ടാ. രാവിലെ ഉച്ചയോണ്ട് കൊടുത്ത ചായ കേട്ടോ. ഉച്ച ആയപ്പോഴേക്കും പുള്ളി പോയി അത് എടുത്തുകൊണ്ട് വന്ന് നല്ല ടേസ്റ്റുള്ള ചായയാന്ന് പറഞ്ഞ് കുടിക്കുക കേട്ടോ. നമ്മുടെ പിള്ളേരൊക്കെ എന്ത് പെട്ടെന്നാണ് വളർന്നു പോകുന്നതല്ലേ. എനിക്ക് ഇന്ന് ഇച്ചൂട്ടൻ്റെ ഈ കളിയൊക്കെ കണ്ടപ്പം പുള്ളി കഴിഞ്ഞ ദിവസം വരെ ഒരു വണ്ടിയൊക്കെ എടുത്ത് ഓടിച്ച് കളിച്ചുകൊണ്ടിരുന്ന ആൾ ഇന്നൊരു കമ്പെടുത്ത് കൈ പിടിച്ചിട്ട് ബൈക്കാണെന്ന് പറഞ്ഞ് ഓടിക്കുക കേട്ടോ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നും. നിങ്ങൾക്ക് എങ്ങനെ തോന്നുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര അതിശയം കേട്ടോ. ഇവരൊക്കെ ഇത്രയും വളർന്നതെന്ന് ഓർക്കും. പിന്നെ ബോർമയിൽ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പം എൻ്റെ ഇച്ചൂട്ടനുള്ളതാട്ടോ, അമ്മേ എന്നേലും ഉണ്ടാക്കുന്ന നമ്മൾ മടുത്തൊന്നൊന്ന് ഇരുന്നാൽ മതി എന്ന് ഓർത്ത് വരുമ്പം. അപ്പോൾ പുള്ളി 5 മണി 5:30 ആവാറായപ്പോഴേക്കും പുള്ളി പറഞ്ഞ് എന്നേലും ഉണ്ടാക്കും, ദോശ തന്നെ വേണം. അപ്പോൾ ഗോതമ്പ് ദോശയേ ഉള്ളൂ. മറ്റേ പുള്ളി ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാധാ ദോശ. അതില്ലാത്തതുകൊണ്ട് ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് തേങ്ങയിൽ പഞ്ചസാര മാത്രം ഇട്ടു, വേറെ സാധനങ്ങളൊന്നും ഇട്ടില്ല കേട്ടോ. ശർക്കര ഇടാം, അതുപോലെ നമ്മുടെ ഏലക്കയും മറ്റേ ജീരകവും പൊടിച്ചൊക്കെ ഇടാം. അതൊക്കെ ഇട്ട് ഇച്ചിരി ടേസ്റ്റാണ്. പിന്നെ ഇച്ചൂട്ടന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. ഇഷ്ടപ്പെടുമെന്നും അറിയില്ലായിരുന്നു. പൊതുവേ ഗോതമ്പ് ദോശ ഒന്നും അതിന് ഇഷ്ടമല്ല. അപ്പോൾ ഇച്ചിരിയെങ്കിലും തിന്നട്ടെ എന്ന് ഓർത്ത് ഉണ്ടാക്കിയതാണ്. അത് കുറച്ചാട്ടേ കഴിച്ചോളൂ. ഒരു 2-3 ഒരു 5-6 കഴിച്ചു, അത്രേ കഴിച്ചോളൂ. ഒരു ദോശയുടെ പകുതി പോലും കഴിച്ചില്ല കേട്ടോ. എന്നാലും അത്രയെങ്കിലും കഴിച്ചു. സാധാരണ ഇഷ്ടമല്ലെങ്കിൽ അപ്പം തന്നെ തുപ്പുന്ന ആളാട്ടോ.